പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ നിയന്ത്രണങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കമ്മീഷണർ ഓഫീസിൽ യോഗം ചേർന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും അപകടങ്ങൾ ഒഴിവാക്കി പരിപാടി സുഗമമാക്കുന്നതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS അറിയിച്ചു. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം വാഹന പരിശോധനയുണ്ടാകും. ഫോർട്ട് കൊച്ചിയിലേക്ക് വൈകിട്ട് 4 മണി വരെ മാത്രമേ ബസ് സർവീസ് ഉണ്ടാവുകയുള്ളൂ. റോഡുകളിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും 80,000 പേർക്ക് വെളിഗ്രൗണ്ടിൽ നിൽക്കാൻ കഴിയുമെന്നും പോലീസ് വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശിക്കുന്നതിനായി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS അറിയിച്ചു. 12 മണിക്ക് ശേഷം 50 ബസ്സുകൾക്ക് പ്രത്യേക പെർമിറ്റ് നൽകുമെന്നും മെട്രോ സർവീസ് പുലർച്ചെ 2 മണി വരെയും ഉണ്ടാകും. 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPSന് പുറമെ അസിസ്റ്റന്റ് കമ്മീഷണർ കിരൺ PB IPS, DCP സുദർശൻ KS, സ്പെഷ്യൽ ബ്രാഞ്ച് ACP ജയകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെളിഗ്രൗണ്ടില് ആ പാപ്പാന കത്തിക്കുന്ന സ്ഥലത്ത് സേഫായിട്ടുള്ള സ്ഥലം ബാരിക്കേഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മതിയായിട്ടുള്ള ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ, കൂടാതെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടാവും. അതോടൊപ്പം ആംബുലൻസ്, മെഡിക്കൽ ടീം അവിടെ ഉണ്ടാവണമെന്ന സംഘാടകർക്ക് നമ്മൾ കത്തുകളെല്ലാം നൽകിയിട്ട് നമ്മൾ റോറോ സൈഡ്, മറ്റ് വൈപ്പിൻ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് 4 മണി വരെ മാത്രമേ റോറോയിലെ വാഹനങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്ക് അനുവദിക്കുന്നുണ്ട്. 7 മണി വരെ ആൾക്കാർ റോറോ സർവീസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നുണ്ട്. 7 മണിക്ക് ശേഷം റോറോ സർവീസിന് കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസുകളും 7 മണിക്ക് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലേക്ക് ഉള്ള സർവീസുകൾ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഫോർട്ട് കൊച്ചി ലിമിറ്റിലെ 18 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പുറത്തുനിന്ന് വാഹനങ്ങൾ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ BOT പാലം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. നമ്മൾ 4 മണി വരെ എല്ലാ ബസ് സർവീസുകൾ അകത്ത് പോകും. കുറച്ച് ഡൈവേർഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 മണി ശേഷമുള്ള ബസ്സുകൾ കൊച്ചി കോളേജ് അടുത്ത വരെ മാത്രമേ നടക്കും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അകത്തേക്കുള്ള സർവീസുകൾ കണ്ടിന്യൂ ചെയ്യും. CCTV ക്യാമറകൾ, മതിയായ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ റൂം അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായി മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഈ തെഫ്റ്റുകൾ, മറ്റ് മിസ്ബിഹേവിയർ തടയാൻ വേണ്ടി വനിതാ പോലീസ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ പ്ലെയിൻ ക്ലോത്തിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. രാത്രി പ്രത്യേകിച്ച് 12 മണിക്ക് ശേഷം ആൾക്കാർ തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടികൾ ക്രാഷായിട്ട് ഓടിക്കുന്നത് തടയാനും ഡ്രങ്കൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് തടയാൻ വേണ്ടി പ്രത്യേക പോലീസ് ചെക്കിംഗ് ഉണ്ടാവും എല്ലാ വഴികളിലും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട. നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.